ഇന്ന് നമുക്ക് കർക്കിടക മാസത്തിലൊക്കെ ഉണ്ടാക്കി കുടിക്കേണ്ട നല്ലൊരു ഉലുവ പാലിൻ്റെ റെസിപ്പിയാണ്. നല്ല മഴയും തണുപ്പൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് നമുക്ക് ബോഡി നല്ല വീക്കായിരിക്കുമല്ലോ. അപ്പോൾ ശരീരത്തിന് നല്ലൊരു ബലം കിട്ടാനും പിന്നെ മേലുവേദനയൊക്കെ മാറാനും പ്രത്യേകിച്ച് നടുവേദനയൊക്കെ മാറാനും പിന്നെ ശരീരത്തിൻ്റെ നീർക്കെട്ട് മാറാനും നല്ലൊരു ഇമ്മ്യൂണിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉലുവ പാല് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. നമ്മൾ സാധാരണ ഉലുവ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഉലുവ പാൽ ഉണ്ടാക്കി കുടിക്കാം. ഇനി അതല്ല ഉലുവ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഉലുവ കഞ്ഞി കുടിക്കാത്ത ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഉലുവ പാൽ ഉണ്ടാക്കി കുടിക്കാം. ഇത് ഒരുപാട് ദിവസമൊന്നും ഉണ്ടാക്കി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 2-3 ദിവസം കഴിച്ചാൽ മതി. ഈ ഒരു കർക്കിടക മാസത്തിൽ തന്നെ ഇതുപോലെയുള്ള ഉലുവ കഞ്ഞിയും ഉലുവ പാലൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ആരോഗ്യം കിട്ടുന്നല്ലേ പറയാം. അപ്പം നമുക്കും ഈ ഒരു ഉലുവ പാല് ഉണ്ടാക്കി കഴിക്കാം. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം. അതിന് വേണ്ടിയിട്ടൊരു 2 ടേബിൾ സ്പൂൺ നിറച്ചും ഉലുവ എടുക്കുന്നുണ്ട്. ഒരുപാട് ഉലുവ വേണ്ട, നമുക്കിത് കുതിർത്തി അരയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ചെടുത്താൽ മതി. നമ്മൾ ഉലുവയല്ലേ എന്ന് ഓർത്തിട്ട് കൂടുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ നല്ലോണം നിറച്ചെടുത്താൽ മതി. ഇത് നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി നല്ലോണം വെള്ളം ഒഴിച്ചിട്ടിടാം. കുതിർന്ന് വന്നോട്ടെ. 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉലുവയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നവരെ ഒന്ന് കുതിർത്തിയെടുക്കാം. ഒരു 6-7 മണിക്കൂർ കുതിർത്തിയാൽ മതിയാകും. ഞാനിപ്പോൾ ഇത് വൈകുന്നേരം വെള്ളം ഒഴിച്ച് വെച്ചതാണ്. രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ വെള്ളത്തോടെ തന്നെ നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ജീരകം കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയേ. അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമുക്കിത് വേവിച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഉലുവ ആയതുകൊണ്ട് എന്തായാലും ജെല്ല് പോലെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുക കേട്ടോ. ഇനി അടപ്പടച്ച് വെക്കാം. ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വരട്ടെ. അത് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 വിസിലും കൂടെ വരുമ്പോഴേക്കും ഉലുവയൊക്കെ വെന്തിട്ടുണ്ടാവുക. ഇപ്പോൾ 4 വിസിലും വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ കുക്കറിലെ പ്രഷർ മുഴുവൻ പോട്ടെ. അത് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. കുക്കറിലെ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ച് 1-ാം പാല് പിഴിഞ്ഞെടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാല്. അത് ഒരരിപ്പേ കൂടെ അരിച്ചൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാല് പിഴിഞ്ഞെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുത്താൽ മതി. മൊത്തം ഒരു 1.5 കപ്പ് 2-ാം പാലും ഇതേപോലെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ 1/2 ഗ്ലാസ് 1-ാം പാലും 1.5 ഗ്ലാസ് 2-ാം പാലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉലുവ, അതിൽ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാകും. അതൊന്ന് തുറന്നു നോക്കാം. ഉലുവയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. എന്തായാലും നമ്മൾ ഉലുവ അരച്ച് കഴിയുമ്പോൾ ജെല്ല് പോലെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കേണ്ടി വരും. ഞാനിപ്പം തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചെറിയ ജാർ എടുക്കുന്നതിന് പകരമായിട്ട് കുറച്ചും കൂടെ വലിയൊരു ജാറുണ്ടല്ലോ, നമ്മൾ അരിയൊക്കെ പൊടിച്ചെടുക്കുന്ന ജാറ്, അരി അരയ്ക്കുന്ന ജാറല്ല, അരി പൊടിക്കുന്ന ജാറുണ്ടല്ലോ, അതിലേക്ക് ഇടാം. കാരണം നമുക്ക് അതിൽ അരച്ചെടുക്കുകയാണെങ്കിൽ ജെല്ല് പോലെ ആവുകയാണെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അരഞ്ഞിട്ട് അത് തന്നെയാണ് എളുപ്പം. പക്ഷേ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് വെള്ളമോ തേങ്ങാപ്പാലോ ചേർത്തിട്ട് ലൂസാക്കി എടുക്കേണ്ടി വരും. അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളൊക്കെ ബെറ്റർ നമ്മൾ ഇതേപോലെ വലിയ ജാർ എടുക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഉലുവയിൽ വെള്ളം കുറവാണ്. അപ്പോൾ ആദ്യം ഒന്ന് അരച്ചിട്ട് നമുക്ക് ബാക്കി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, അത്യാവശ്യം നല്ല ജെല്ല് പോലെ തന്നെയാണ് ഉള്ളത്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അതിൽ 2-ാം പാല് ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ആദ്യം കുറച്ച് പാൽ ഒഴിക്കുക, എന്നിട്ട് അടിച്ചെടുക്കുക. വീണ്ടും കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് 2-ാം പാലും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉലുവ ആയതുകൊണ്ട് കയ്പുണ്ടാകും, നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തെങ്കിൽ കൂടെയോ. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരയോ അതല്ലെങ്കിൽ കരിപ്പെട്ടിയോ ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇത് 200 ഗ്രാം ശർക്കര എടുത്തിട്ട് ഉരുക്കിയതാണ്. അത് നമുക്കൊരു അരിപ്പേ കൂടി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ നിറച്ച് ഉലുവയല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മധുരം മതിയാകും. ഇനി അതിൽ കൂടുതൽ ഉലുവ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ മധുരം ചേർക്കേണ്ടി വരുവേ. ഇത് കണ്ടില്ലേ, നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് കൂടെ ഇതൊരു ജെല്ല് പോലെ തന്നെയാണ് കിടക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഇത് തവി വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉലുവ അരച്ചിട്ടുണ്ടായിരുന്ന ജാറുണ്ടല്ലോ, അതിലേക്ക് തന്നെ ഒന്നും കൂടെ തിരിച്ചൊഴിച്ചിട്ട്
അടിച്ചെടുത്താൽ മതി. നമ്മൾ ഒഴിച്ചിരിക്കുന്ന ചക്കരപ്പാനി കൂടുതൽ ചൂടുള്ളതാണെങ്കിൽ ജാറിലിട്ടിട്ട് അടിക്കരുത് കേട്ടോ. ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രം അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എല്ലാ കട്ടകളും ഉടച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. തീ കുറച്ച് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചൂട് കയറിയാൽ മതി. ഇത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അടിച്ചിട്ടുള്ള ഉലുവയാണേ. ഇതിപ്പോൾ നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്, ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് 1-ാം പാല് ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് തിളയ്ക്കുന്നതിന് മുൻപേ തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. നമുക്കിത് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ 2-ാം പാൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ മതി. അതിനനുസരിച്ച് ചേർക്കുന്ന മധുരത്തിൻ്റെ അളവിലും വ്യത്യാസം വരുത്തണേ. ഇത് നമുക്ക് വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ്സൊക്കെ കുടിച്ചാൽ മതിയാകെ. 2-3 ദിവസം അടുപ്പിച്ച് കുടിക്കുക. 3 ദിവസമൊക്കെ മതി, അതിൽ കൂടുതൽ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും കുടിക്കാവുന്നതാണ്. പിള്ളേർക്കാണെങ്കിൽ നമ്മളീ കുടിച്ചതിൻ്റെയൊക്കെ പകുതി കൊടുക്കാം. 1/4 ഗ്ലാസ്സൊക്കെ കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു ഉലുവാപ്പാലിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കർക്കിടക മാസവും മഴയൊക്കെ കഴിയുന്നതിന് മുൻപായിട്ട് ഇതുപോലെ ഒരു ഉലുവാപ്പാലും കൂടി ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കണേ. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ കണ്ടില്ലേ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ, പുതിയതായിട്ടിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.